ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബെയറിഷ് മാർക്കറ്റിൻ്റെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സോണിൽ കൂടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട മിക്ക പോർട്ട്ഫോളിയോയിലും എടുത്തു നോക്കിയാൽ എല്ലാം 30-40-50% ഡ്രോഡോടാണ് സംഭവിച്ചിരിക്കുന്നത്. പല ആൾക്കാർക്കും അവരെടുത്ത സ്റ്റോക്കിലെ ആവറേജ് ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണേണ്ടതാണെന്നുള്ള കാര്യം ആദ്യം പറയുന്നു. എങ്ങനത്തെ കേസിലാണ് നമ്മൾ പെട്ടുപോകാതിരിക്കാനായിട്ട് ആവറേജ് ചെയ്യാൻ നേരത്ത് വളരെ കെയർഫുൾ ആവേണ്ടത്. സാധാരണ ആൾക്കാർ മാർക്കറ്റ് 2 ദിവസം ഒന്ന് മാർക്കറ്റിൽ ഒരു ഗ്രീൻ കണ്ടാൽ ആവറേജ് ചെയ്യാനായിട്ട് ധാരാളം ആൾക്കാർ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അങ്ങനത്തെ ആൾക്കാർ തീർച്ചയായും കെയർഫുൾ ആകണം. ഏതാനും പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏതെല്ലാം കേസസിൽ നിങ്ങൾ ആവറേജ് ചെയ്യാൻ നേരത്തെ വളരെ എക്സ്ട്രീംലി കെയർഫുൾ ആകണമെന്നുള്ള പോയിൻറ്റിലാണ് എൻ്റെ സംസാരം മുഴുവനും. പോയിൻറ്റ് നമ്പർ 1, എക്സ്ട്രീംലി ബെയറിഷ് മാർക്കറ്റ്. രണ്ടാമത്തെ തരം, ഈ മാർക്കറ്റിൽ മാർക്കറ്റ് തിരിച്ചു വരുന്ന ഒരു ടെൻഡൻസിയും കാണിക്കുന്നില്ല. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ഹൈ എന്നുള്ള ടെക്നിക്കൽ പാറ്റേണിൽ മാർക്കറ്റ് താഴെ പോവുകയാണ്. ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നിങ്ങൾ ആവറേജ് ചെയ്യുന്നത് ഏത് സ്റ്റോക്കാണെങ്കിലും അത് പല കേസിലും വീണ്ടും കൂടുതൽ നഷ്ടത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കേസ്, ഇനി മാർക്കറ്റ് സ്റ്റേബിലൈസ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു കേസിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ റിസൾട്ട് പാറ്റേൺ, ആ റിസൾട്ട് വീക്കാണെങ്കിൽ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് താഴെ വന്നുകൊണ്ടിരിക്കുന്നു, കമ്പനിയുടെ കടം കൂടിക്കൊണ്ടിരിക്കുന്നു, കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് നല്ലൊരു ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കാൻ മാത്രമേ തികയുന്നുള്ളൂ, കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് താഴെ പോകുന്നു, കമ്പനിയുടെ EPS ഏർണിങ്സ് പെർ ഷെയർ കണ്ടിന്യൂസ് താഴെ പോകുന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ ആവറേജ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കമ്പനി കൺഫർമേഷൻ തരുന്നില്ല കമ്പനിയുടെ പ്രോഗ്രസ്സിനെ കുറിച്ച്. അങ്ങനത്തെ ഒരു കേസിൽ യു ഷുഡ് ബി എക്സ്ട്രീംലി കെയർഫുൾ. രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ്, ക്രിട്ടിക്കലായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ ഏത് സ്റ്റോക്കിൽ ആവറേജ് ചെയ്യാൻ പോയാലും നിങ്ങൾ ഹിസ്റ്റോറിക്കലി നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ട്, നിങ്ങൾ ആവറേജ് ചെയ്യാൻ പോകുന്ന മാസം കഴിഞ്ഞുള്ള അടുത്ത ക്വാർട്ടർ റിസൾട്ട് ഹിസ്റ്റോറിക്കലി നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പല സ്റ്റോക്കുകളും സൈക്ലിക്കലാണ്. ദാറ്റ് മീൻസ് ചില സൈക്കിൾസ് മാത്രമേ പെർഫോം ചെയ്യത്തുള്ളൂ. ആ സൈക്കിൾ ഒരു കൊല്ലം തന്നെ പല സൈക്കിളുണ്ട്. ഈ സൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 2-3 അല്ലെ 2 ക്വാർട്ടറോ 3 ക്വാർട്ടർ പെർഫോമൻസ് വീക്കായിരിക്കും. അപ്പോൾ ഏത് സൈക്കിളിലാണ് ഏത് സ്റ്റോക്ക് ഹിസ്റ്റോറിക്കലി പെർഫോം ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല സത്യത്തിൽ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്റ്റോക്ക് ഏത് സൈക്കിളിലാണ് നിൽക്കുന്നത്. അതായത് പെർഫോം ചെയ്യുന്ന സൈക്കിളിൽ നിൽക്കുന്ന സ്റ്റോക്ക് അടുത്ത 1-2 ക്വാർട്ടർ സൈക്കിൾ വീക്കാകാൻ പോകുന്നു എന്നുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റയുടെ പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ എക്സ്ട്രീംലി കെയർഫുൾ ആകണം. അടുത്ത ക്രിട്ടിക്കൽ പോയിൻറ്റ്, എപ്പോഴും ആവറേജ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത് ഗ്ലോബൽ മാക്രോ എൻവയറമെൻറ്റിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാകണം. അതായത് അടുത്ത 3 മാസത്തേക്ക് അല്ലെ അടുത്ത ഏതാനും നാളുകളിലേക്ക് ഗ്ലോബൽ മാക്രോ എൻവയറമെൻറ്റ് ഡിസ്റ്റർബിംഗ് ആണോ അല്ലയോ. കാരണം ഗ്ലോബൽ മാക്രോ എൻവയറമെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ സീരിയസ് ആയിട്ട് ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും ബാധിക്കുന്ന വലിയൊരു ഘടകമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഗ്ലോബൽ മാക്രോ എൻവയറമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ എടുത്തു നോക്കുക. കാരണം ട്രംപിൻ്റെ ഓരോ ദിവസം പോളിസി കൊണ്ട് ഇപ്പം മാർച്ച് 4-ാം തീയതി എന്ന് പറയുന്ന ദിവസം ട്രംപിനെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. കാരണം ഈ ദിവസമാണ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഉള്ള പുതിയ താരിഫ് ഡിക്ലറേഷനും താരിഫ് ഇൻട്രൊഡക്ഷനും വരുന്നത്. ഏപ്രിൽ 2-ാം തീയതിയാണ് റെസിപ്രോക്കൽ ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. അങ്ങനെ ഗ്ലോബൽ മാക്രോ എൻവയറമെൻറ്റ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും ഏത് ദിവസമാണെങ്കിലും താങ്കൾ ആവറേജ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഗ്ലോബൽ മാക്രോ എൻവയറമെൻറ്റ് സപ്പോർട്ടീവ് ആണോ അല്ലയോ എന്നുള്ള കാര്യം വളരെ ക്രിട്ടിക്കലാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നു. അത് വളരെ ക്രിട്ടിക്കൽ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സ്റ്റോക്ക് ആവറേജ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്കിൽ സപ്പോസ് ആ സ്റ്റോക്ക് ഒരു ബോട്ടത്തിൽ നിന്നും സ്റ്റോക്ക് പതുക്കെ കയറാൻ തുടങ്ങി, കയറി സ്റ്റോക്ക് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത് സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഒരു ലെവലിൽ നിന്നും സ്റ്റോക്ക് ഒരു ഹയർ ലോയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് പതുക്കെ കയറി സ്റ്റോക്ക് ഒരു ഹയർ ഹൈ ഡെവലപ്പ് ചെയ്തു, ഒരു ഹയർ ലോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കായിട്ടുള്ള ഡെലിവറി പെർസെൻറ്റേജ് എന്തുമാത്രം വോളിയം ട്രേഡ് ആയിരുന്നു ഡെയിലി, ആ വോളിയം ട്രേഡ് ചെയ്യുന്നതിൽ എന്തുമാത്രം ഡെലിവറി പെർസെൻറ്റേജ് വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ ക്രിട്ടിക്കലാണ്. ഏത് സ്റ്റോക്കിലും ബേസിക്കലി അതായത് ആൾക്കാരുടെ ഡെലിവറി പെർസെൻറ്റേജ് വളരെ ക്രിട്ടിക്കലാണ് സ്റ്റോക്കിലെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡെലിവറി പെർസെൻറ്റേജ് 2 ആഴ്ച നോക്കാം, 3 ആഴ്ച നോക്കാം. ഈ 2 ആഴ്ചയുടെ 3 ആഴ്ചയുടെ ആവറേജ് കണ്ടിന്യൂസ് ആയിട്ട് ബെസ്റ്റ് ഡെലിവറി പെർസെൻറ്റേജ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസ് തരും ഒരു ആവറേജ് ചെയ്യാനായിട്ട്. അല്ല ഹ്യൂജ് ആയിട്ടുള്ള ട്രേഡിംഗ് വോളിയം വന്നിട്ട് പക്ഷേ ഡെലിവറി പെർസെൻറ്റ് വളരെ വീക്കാണെങ്കിൽ
ഹ്യൂജ് വോളിയം ഉണ്ട്. പക്ഷേ ഡെലിവറി പെർസെൻറ്റേജ് നോക്കാൻ നേരത്ത് ഇൻട്രാഡേ ക്ലോസിംഗ് ടൈം 3:10 3:15 ശേഷമുള്ള ഫൈനൽ ഡെലിവറി പെർസെൻറ്റേജ് നോക്കാൻ നേരത്ത് അത് വളരെ വീക്കാണെങ്കിൽ നിങ്ങൾ 2 വട്ടം ചിന്തിക്കണം ആവറേജ് ചെയ്യാനായിട്ട്. സോ ഈ 5 കാര്യങ്ങളും നിങ്ങൾ ഏത് സ്റ്റോക്ക് എന്ന് ആവറേജ് ചെയ്യാൻ പോവുകയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ആവറേജ് ചെയ്യാവുള്ളൂ. അല്ല എങ്കിൽ വീണ്ടും പെട്ടുപോകാനുള്ള സാധ്യത ഇന്നത്തെ മാർക്കറ്റിൽ, ഏത് മാർക്കറ്റിലും സാധ്യതകൾ എപ്പോഴും മാർക്കറ്റ് നിലനിൽപ്പുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുപിട്ടാം. സൈനിങ് ഓഫ്.